തണ്ണിമത്തനൊക്കെ നമ്മൾ വാങ്ങിയാൽ അതിൻ്റെ തോട് കളയുക ചെയ്യുന്നല്ലേ. ഇതിനു മുമ്പ് ഞാൻ തണ്ണിമത്തൻ്റെ തോടെടുത്ത് ഒരു തോരൻ വെച്ചിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ, അതൊന്ന് കണ്ടു നോക്കണം. ഇന്ന് ഈ തണ്ണിമത്തൻ്റെ തോട് വെച്ചുണ്ടാക്കിയ ഈ കറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ വാവാ റോയി, വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തണ്ണിമത്തൻ്റെ മുക്കാൽ ഭാഗമുണ്ട്. ഇതിൻ്റെ ആ റെഡ് ഭാഗം നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ തോല് ചെത്തിക്കളഞ്ഞ് ഈ ഗ്രീൻ ഭാഗം നമുക്കൊരു പാത്രത്തിൽ എടുക്കാം. ഈ പാത്രത്തിനകത്തോട്ട് ആ തണ്ണിമത്തൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ തണ്ണിമത്തൻ്റെ തോട് അതിട്ട് കൊടുക്കാം. തേങ്ങയുടെ 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചതാ അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, തണ്ണിമത്തൻ്റെ തോട് വെന്തു വേവിച്ച് വെച്ചേക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ 1 പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി തിളയ്ക്കാൻ പാടില്ല, ചെറിയ തീയാവാം. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കണം. തണ്ണിമത്തൻ്റെ തോടിൽ റെഡിയാക്കിയെടുത്ത ഓലൻ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ്റെ തോടിൽ റെഡിയാക്കിയെടുത്ത ഓലൻ. ഇനിയും ഇതേപോലെ നല്ലൊരു വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.